കഴിഞ്ഞ ദിവസം 4 മണിക്കാണ് ഞാൻ കിടക്കച്ച് ഉറക്കം വന്നില്ല. ദൈവത്തോട് പ്രാർത്ഥന കേട്ടു. അത് വളരെ അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ. ആ ടീമിനുള്ള സ്നേഹം ഞാൻ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വന്ന എല്ലാവരെയും ഹല്ലേലൂയ ഈ മീറ്റിംഗിൽ കടന്നു വന്ന് ആദ്യോടന്ന് സഹകരിച്ച എല്ലാ വ്യക്തികളും, എല്ലാ സഹോദരന്മാരും, ആരുടെ പേരെടുത്ത് പറയുവാൻ വിട്ടുപോയിട്ട് പ്രിയ ക്ഷമിക്കണമേ. വന്നിട്ടുള്ള എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കട്ടെ. നിങ്ങളുടെ സഹകരണം ഇല്ലെങ്കിൽ മീറ്റിംഗ് അനുഗ്രഹമായി തീരത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. ആണ്ടുതോറും വളർന്ന് പന്തലിച്ച് വലിയൊരു വൃക്ഷമായി തീരണം. കർത്താവ് വരുവാൻ താമസിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം, ഒരുമിച്ച് ഇതുപോലെ സന്തോഷിക്കാം. ഒരു ബ്രദറിനെ വീണ്ടും നമുക്ക് കൊണ്ടുവരാം. നമുക്ക് ആത്മാവിൽ ആരാധിക്കാം, കൂടുതൽ സമയം അതിനുവേണ്ടി ചെലവഴിക്കാമെന്ന് ഉള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പ്രിയ മാമച്ചൻ ബദർ എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു. നമ്മൾ ദൈവജനത്തിൻ്റെയും MP-യുടെ ഫെലോഷിപ്പിൻ്റെ ഒക്കെ ഒന്നിച്ചുള്ള പേരിൽ പ്രിയ മാമച്ചൻ കുടുംബത്തിന് സന്തോഷത്തോടെ നന്ദി അർപ്പിക്കുകയാണ്. വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈവക്കത്തിൽ നിന്നും എല്ലാ കമ്മിറ്റി മീറ്റിങ്ങുകൾക്കും ജോലിയെല്ലാം കഴിഞ്ഞ് ഓടി വന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി കാര്യനിർവഹണങ്ങൾ ചെയ്യുന്നു. വി അപ്രിഷിയേറ്റ് യുവർ ഫാമിലി. താങ്ക് യു ഫോർ സപ്പോർട്ട്. ഗ്രേറ്റ് പ്രിവിലേജ്. ഗോണർ യു. ഗോഡ് ബ്ലെസ്. MPA 10ാമത് കോൺഫറൻസിൻ്റെ അവസാന രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ സർവശക്തനായ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസന്മാരെയും ദൈവമക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയും ചെയ്യുന്നു. ഈ 2 ദിവസങ്ങളായി നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരമൊരുക്കിയ MPAയുടെ ഭാരവാഹികൾ, ഈ രാജ്യത്തുള്ള കർത്താവിൻ്റെ ദാസന്മാർ, സശ്രദ്ധം എന്നെ ശ്രവിച്ച എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. എനിക്കറിയാം നിങ്ങളിൽ പലരും ഖത്തർ എയർവേസിൽ യാത്ര ചെയ്യുന്നവരാണ്. ഏതെങ്കിലും കാരണവശാൽ ദോഹ പട്ടണത്തിൽ ഇറങ്ങുവാനൊരു സാഹചര്യമുണ്ടായാൽ ഞാൻ ആ പട്ടണത്തിലുള്ള കാലത്തോളം നിങ്ങളുടെ ഏത് സാഹചര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും സഹായമായി ഞങ്ങളവിടെ ഉണ്ട് എന്നുള്ള കാര്യം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ എന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ അനുഭവങ്ങൾ, ആരാധനയുടെ ആഴങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയൊക്കെ ഈ MPA കോൺഫറൻസിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പുറത്ത് വലിയ തണുപ്പാണെങ്കിലും അകത്ത് നിങ്ങളൊക്കെ വീശിക്കൊണ്ടാണ് ഇരിക്കുന്നത് എനിക്കറിയാം. ഇത്രയും ചൂടിൻ്റെ നടുവിലും വളരെ സഹിഷ്ണുതയോടെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുന്നല്ലോ. എനിക്കൊരു കാര്യം മനസ്സിലായി. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നിങ്ങൾ കാത്തു എന്ന് ഫിലദൽഫിയ സഭയോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നുണ്ട്. ഫിലദൽഫിയ സഭയിലെ ദൈവമക്കൾക്ക് മാത്രമല്ല, ഈ UK-യിലുള്ള ദൈവമക്കൾ അതിലും സഹിഷ്ണുതയുള്ളവരാണെന്ന് ഈ ദിവസങ്ങളിൽ പല കാര്യങ്ങളിൽ എനിക്ക് അടുത്ത് മനസ്സിലാക്കുവാനിടയായി തീർന്നു. നിങ്ങളുടെ ആ സഹിഷ്ണുത പിന്നെയും കാത്തു സൂക്ഷിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഇന്ന് രാത്രി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്ത് കടന്നു വരുവാൻ, ഈ രാജ്യത്തിൻ്റെ നന്മ അനുഭവിപ്പാൻ ദൈവം നിങ്ങൾക്ക് വിലയേറിയ സാവകാശം തന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ചെങ്കടലിനെ വിഭാഗിച്ച് ഇസ്രായേൽ മക്കളെ അക്കരെ കടത്തിയതുപോലെ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളെ അല്പകാലത്തേക്ക് ദൈവം തമ്പുരാന് മാറ്റി എഴുതിയിട്ട് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെയും ഈ രാജ്യത്തേക്ക് കുടിയേറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് പ്രസാദം തോന്നി. എന്നാൽ എനിക്ക് പ്രാരംഭമായി നിങ്ങളോട് പറയുവാനുള്ള കാര്യം, ഈ രാജ്യത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നതിന് നിശ്ചയമായും ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ദൈവികമായ വലിയ പദ്ധതികളുണ്ട്. നിങ്ങളുടെ IELTS-ന്റെ ബലത്തിലോ സർട്ടിഫിക്കറ്റിൻ്റെതായ വലിപ്പത്തിലോ ഒന്നും ഈ രാജ്യത്ത് വന്നു എന്ന് ആരും കരുതരുത്. IELTS പാസ്സായവരും മറ്റു പലതും പഠിച്ചവരും സർട്ടിഫിക്കറ്റ് ഉള്ളവരും ഒക്കെ കാത്തിരുന്നിട്ടും കഴിയാത്ത നിലയിൽ ദൈവം നിങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ഈ രാജ്യത്ത് പ്രയോജനപ്പെടുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം. ഈ രാജ്യത്തിൻ്റെ ചരിത്രം
നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മളത് മറക്കരുത്. ലോകരാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ വലിപ്പത്തിൽ അധികം എടുത്തു പറയുവാനില്ലാത്ത, ജനസംഖ്യയോടുള്ള ബന്ധത്തിൽ ഒത്തിരിയൊന്നും പറയുവാനില്ലാത്ത ഈ രാജ്യത്തെ ദൈവം ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നുള്ള നിലയിൽ വലിയ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. ചരിത്രം നമുക്കറിയാം. നാമും നമ്മുടെ രാജ്യവുമൊക്കെ ഈ രാജ്യക്കാരുടെ അധീനതയിലായിരുന്ന നീണ്ട സംവത്സരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു പാഠം, എന്തുകൊണ്ട് ലോകരാജ്യങ്ങളെ ഈ രാജ്യത്തിൻ്റെ കീഴിൽ സർവശക്തനായ ദൈവം കൊണ്ടുവന്നു? ഒരല്പം ആത്മീക കാഴ്ചപ്പാടോടുകൂടെ നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. സത്യ സുവിശേഷം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിച്ചേരേണ്ടതിന് ഒരു മുഖാന്തരമായിട്ട് ഈ രാജ്യത്തെ ദൈവം കയ്യിലെടുത്തു. തൻ്റെ ദൗത്യം ഈ രാജ്യത്തിൻ്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ചരിത്രം സാക്ഷ്യം പറയുന്ന മറ്റൊരു വശമെന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിതമായി എങ്കിലും 1830 വരെ ഒരൊറ്റ മിഷനറിമാരെ പോലും ഭാരത രാജ്യത്തേക്ക് അയക്കുവാൻ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തയ്യാറായില്ല. 1793 കൽക്കട്ടയിൽ വന്നിറങ്ങിയ വില്യം കേറിയെ ആ സ്ഥാനത്ത് ഇറങ്ങുവാൻ പോലും അനുവദിക്കാതെ ബാസൽ മിഷന്റെ കേന്ദ്രമായ ഡച്ച് കോളനിയായ ഷെറാംപൂരിലാണ് അദ്ദേഹത്തിന് ചെന്നിറങ്ങുവാനിടയായി തീർന്നത്. അനേക ദൈവഭക്തന്മാർ ഈ രാജ്യത്തും ഈ രാജ്യത്തിന്റെ പാർലമെന്റിലും വളരെ ശബ്ദമുയർത്തിയത് നിമിത്തം 1830 ശേഷമാണ് ചില എഡ്യൂക്കേഷണൽ മിഷണറിമാരെ ഇന്ത്യയിലേക്ക് അയക്കുവാൻ ഇവിടുത്തെ ഭരണാധിപന്മാരെ തയ്യാറായത്. ദൈവം വലിയ ഉദ്ദേശത്തോടുകൂടെ ഏൽപ്പിച്ച ദൗത്യം മറന്നിട്ട് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയും ധനസമ്പാദനത്തിന് വേണ്ടിയും ദൈവം നൽകിയ അവസരത്തെ ഉപയോഗിച്ചത് കൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമുക്കൊരു കാര്യം അറിയാം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഇന്ന് എവിടെ? സ്തോത്രം. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടത്തില്ലെന്നുള്ള പറച്ചില് പോലെ ഇങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ അധികമൊന്നും എടുത്ത് പറയുവാനായിട്ടില്ല. ഞാൻ ഈ ചരിത്ര ഭാഗം ഇന്ന് രാത്രി എടുത്തു പറഞ്ഞതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത്, നമ്മെ ദൈവം ഒരു ദൗത്യത്തോടുകൂടെ ഈ രാജ്യത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അല്ല, നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ആത്മീയ ഉണർവിനു വേണ്ടി ഒരു കാലത്ത് ഈ മണ്ണിൽ നിന്ന് കടന്നു വന്ന അഭിഷക്തന്മാരെ ദൈവം കരങ്ങളിൽ ഉപയോഗിച്ചുവെങ്കിൽ ഇന്ന് അന്ധകാരത്താൽ മൂടപ്പെട്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഉദ്ധാരണത്തിനായി, ആത്മീയ ഉണർവിനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടേണ്ടതിനുള്ള ഉപകരണങ്ങളായിട്ടാണ് ദൈവം നിങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് രാത്രി ആരും മറന്നു കളയരുത്. ആ ദൗത്യം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. അതിനുള്ള അഭിഷേകത്തിന്റെ പകർച്ചയാണ് സഹോദരങ്ങളെ ഈ MPAയുടെ കോൺഫറൻസിൽ സർവശക്തനായ ദൈവം ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്ര. ആദ്യ ദിവസത്തെ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞതുപോലെ വെറും ഒരു ചൂട് പകർന്ന് നമ്മെ ഇവിടെ നിന്ന് മടക്കി അയക്കുകയല്ല, നേരെ മറിച്ച് നമ്മെ ഓരോരുത്തരെയും ാണ് ഈ കോൺഫറൻസിൽ നിന്ന് സർവശക്തനായ ദൈവം അയക്കുന്നത് എന്നുള്ളതോർത്ത് ഈ രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്തും ദൈവിക ദൗത്യത്തെ നാം മറന്നു കളയരുത്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വിവിധ നിലകളിൽ വിശകലനം ചെയ്ത് നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിച്ചു വരികയായിരുന്നു. ഒരു പരിധി വരെയെങ്കിലും ആപ്തവാക്യത്തോട് ആഭിമുഖ്യം പുലർത്തുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് ആ അതിരുകൾക്കപ്പുറത്ത് കടന്ന് അധിക കാര്യങ്ങൾ പറയുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ വചനത്തിലൂടെ
നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടുകൂടെ വാഴ്ത്തുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതെ ഇരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക, നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. Hold that fast what thou hast. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ മൈക്രോഫോൺ എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഈ മൈക്രോഫോൺ എൻ്റെ കയ്യിൽ ഞാൻ പിടിക്കുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ ദാസന്റെ കയ്യിൽ നിന്ന് ഞാനിത് റിസീവ് ചെയ്തു. ആദ്യം ഞാനിത് വാങ്ങിച്ചു, ഞാനിത് ഏറ്റെടുത്തു. പ്രിയമുള്ളവരെ, നമുക്ക് ഉള്ളത് മാത്രമേ നമുക്ക് പിടിക്കാനായിട്ട് കഴിയത്തുള്ളൂ, മുറുകെ പിടിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. ഈ കോൺഫറൻസിൽ വെച്ചും കഴിഞ്ഞകാല ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന്, ദൈവവചനത്താല്, ദൈവത്തിന്റെ ആത്മാവിനാലൊക്കെ നാം പ്രാപിച്ചെടുത്ത മൂല്യങ്ങളുണ്ടല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി അവകാശമായി ചിലത് കൈവശമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. കരങ്ങൾ ശൂന്യമായ ആരും ഇന്ന് രാത്രി എൻ്റെ വാക്കുകളെ കേൾക്കുന്നില്ല. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ചിലതുണ്ട്, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ കരങ്ങളിൽ ഞാൻ റിസീവ് ചെയ്തതിനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ റീടൈൻ ചെയ്യണം. സ്തോത്രം. എനിക്ക് മൈക്ക് ഇതുപോലെ ഇവിടെ വെക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ യോഗം കഴിയുമ്പോൾ, എൻ്റെ ഉപയോഗം കഴിയുമ്പോൾ, ആവശ്യം കഴിയുമ്പോൾ ഞാൻ ഈ മൈക്ക് ഇവിടെ വെച്ചിട്ട് പോകും. എന്നതുപോലെ ദൈവം നമ്മെ ഏൽപ്പിച്ച, ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ച ആത്മീക മൂല്യങ്ങളെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് വിട്ടുകളയുവാനുള്ളതല്ലെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. Receive it, retain it. One more thing. If you have lost anything, regain it. പ്രാപിക്കണം, പിടിച്ചുകൊള്ളണം. അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ട അനുഭവമുണ്ടെങ്കിൽ തിരികെ പ്രാപിക്കണം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ചിലര് ഇവിടെ നിന്ന് തിരികെ പ്രാപിച്ചു കൊണ്ടുപോകുന്ന ദിവസങ്ങളാകിയാൽ ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടുകൂടെ വാഴ്ത്തുകയാണ്. എന്തൊക്കെയാണ് നാം മുറുകെ പിടിക്കേണ്ടത് എന്നുള്ള ചിന്തകളുടെ തുടക്കത്തിൽ ഒരു കാര്യം ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, തലയായവനെ, നമ്മുടെ കർത്താവായവനെ, നമ്മുടെ രക്ഷകനായവനെ നാം മുറുകെ പിടിക്കണം. കർത്താവിനെ വിട്ടേച്ചുള്ള ഒരു കളി വേണ്ട പ്രിയമുള്ളവർ. ഇന്ന് അനേകരും ആത്മീക ലോകത്തിൽ തന്നെ കിടന്ന് കളിക്കുന്നത് കർത്താവിനെ വിട്ടേച്ചുള്ള കളിയാ. യുകെയിലുള്ള ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രി എനിക്ക് പ്രബോധിപ്പിക്കാനുള്ളത്, നീ കൈവശം വെച്ചിരിക്കുന്നത് ലൗകികമായത് പലതും നിനക്ക് നഷ്ടപ്പെട്ടു പോയാലും അതൊന്നും ഒരു നഷ്ടമല്ല. എന്നാൽ അതിന്റെ കർത്താവിനെ നിനക്ക് നഷ്ടമായി കഴിഞ്ഞാലുണ്ടല്ലോ, ആ നഷ്ടം മറ്റൊന്നുകൊണ്ടും നിനക്ക് നികത്താൻ കഴിയുകയില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ഭയം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം വായിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ശ്രദ്ധിക്കുക ദൈവമക്കളെ, താൻ വിശ്വാസത്തിലേക്ക് നയിച്ച ദൈവമക്കൾക്ക് പീഡനമുണ്ടാകുമെന്നുള്ള പേടി പൗലോസിനില്ല. അവരാരെങ്കിലും രക്തസാക്ഷികളാകേണ്ടി വരുമെന്നുള്ള പേടി പൗലോസിനില്ല.
അവരുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളോ ഞെരുക്കങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ അനുഭവിക്കുമെന്നുള്ള പേടിയൊന്നും പൗലോസിനില്ല. പൗലോസിന്റെ പേടി എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് അവരുടെ മനസ്സ് വഷളായി പോകുമോ എന്നുള്ള ഭയമാണ്. ഈ തലമുറയിൽ UK എന്ന രാജ്യത്ത് പാർക്കുവാൻ കൃപ ലഭിച്ച ദൈവത്തിന്റെ മക്കളെ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയത്തക്ക അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും സമ്മർദ്ദത്തിലുമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന്, നിങ്ങളുടെ തലമുറ ജീവിക്കുന്നതെന്ന് ഇന്ന് രാത്രി എനിക്കറിയാം. സ്തോത്രം. എന്നാൽ നാം സൂക്ഷിക്കേണ്ടത്, നാം ശ്രദ്ധിക്കേണ്ടത്, എന്തും നഷ്ടപ്പെട്ടാലും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടാതെ നാം ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നവരാകണം. ഹല്ലേലൂയ. നമ്മൾ സാധാരണ ഈ വഷളത്വം എന്നൊക്കെ പറയുന്നത് ചില പ്രത്യേക പ്രവൃത്തികൾക്ക്, എല്ലാരെയും കയറി നമ്മൾ വഷളനെന്ന് വിളിക്കത്തില്ല. ചെറുക്കൻ ഈയിടെയായിട്ട് ഇച്ചിരി വഷളാന്നൊന്നും എല്ലാത്തിനും ഒന്നും നമ്മൾ കയറി പറയത്തില്ല. ചില പ്രത്യേക കാര്യത്തിനേ പറയത്തുള്ളൂ. ഇവിടെ പരിശുദ്ധാത്മാവ് പരിഭാഷയിൽ ഉപയോഗിക്കുന്ന പദം വളരെ പ്രസക്ത. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടാല് നമ്മൾ പറയുന്നത് ഈയിടെയായിട്ട് ഇച്ചിരി ആത്മീയമായിട്ട് തണുപ്പില്ലാന്ന, പഴയ ഉണർവില്ലെന്ന, പഴയ ഉത്സാഹമില്ലെന്നൊക്കെയാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഉണർവ് കുറഞ്ഞെന്നോ അല്പം തണുപ്പിലാണെന്നോ അല്ല, നീയും ഞാനും വഷളായി പോയെന്ന. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആത്മീക ജീവിതത്തിൽ വഷളായി പോകാതെ തലയായവനെ ഇന്ന് രാത്രിയും മുറുകെ പിടിക്കുന്ന വിശുദ്ധ ഗണങ്ങൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. Hold fast the head. Who is your Lord? ഈ കോൺഫറൻസ് ഒരു 2 ദിവസം കൂടെ ഉണ്ടായിരുന്നേ മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. 1-2 കാര്യങ്ങളൊന്ന് തൊട്ട് പറഞ്ഞ എൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം സമയപരിമിതിക്കുള്ളിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നാം മുറുകെ പിടിക്കേണ്ടത് എന്താ? ഇബ്രാഹിം ലേഖനക്കാരൻ 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 4:14 നമുക്ക് വായിക്കാം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ, പദപ്രയോഗങ്ങൾ പറഞ്ഞു വിടാനേ കഴിയുന്നുള്ളൂ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ, ഹോൾഡ് ഫാസ്റ്റ് യുവർ ഫസ്റ്റ് ഫെയ്ത്ത്. ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിക്കണം. സ്തോത്രം. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധി വരും. സ്തോത്രം. വിശ്വാസം ത്യജിക്കുന്നതിനെ കുറിച്ച് ആത്മാവ് തെളിവായി പറയുന്നു എന്ന് പൗലോസ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതുന്നത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞത് കൊണ്ട് അലക്സാണ്ടറിന്റെയും ഹ്യൂമനയോസിന്റെയും വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്ന് നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിശ്വാസ കപ്പൽ തകർന്നവരുണ്ട്, വിശ്വാസം ത്യജിച്ചവരുണ്ട്. Praise the Lord. Hallelujah. ഓ, ധനികന്മാരാകുവാൻ ആഗ്രഹിച്ചിട്ട് ഭൗതികതയുടെ പുറകെ പോയി വിശ്വാസം വിട്ടുഴന്നവരെ കുറിച്ച് പൗലോസ് 1 തീമോത്തി 6-ാം അധ്യായത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ എന്നോട് കൂടെ വരണം. വിശ്വാസം വിട്ടുഴലാൻ സാധ്യതയുണ്ട്, വിശ്വാസം ത്യജിക്കാൻ സാധ്യതയുണ്ട്, വിശ്വാസ കപ്പൽ മുങ്ങാൻ സാധ്യതയുണ്ട്, ആദ്യ വിശ്വാസം വിട്ടുകളയാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി നാം ഉറപ്പിച്ച് പറയണം, എൻ്റെ ആദ്യ വിശ്വാസം ഞാൻ അവസാനം വരെ മുറുകെ പിടിക്കുമെന്ന്. Praise the Lord. Hallelujah. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. അടുത്തത്, നമുക്ക് വളരെ മൂല്യമുള്ള വിലയേറിയ ഒരു വിശ്വാസ ജീവിതത്തിന്റെ അനുഭവമുണ്ട്. Our life is so precious. ഇയ്യോബിനോട്
എൻ്റെ ഭാര്യ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ചോദ്യമാണ്. 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എന്താണെന്നറിയോ? നീ ഇപ്പോഴും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നോ എന്നാ ചോദിക്കുന്നത്. അതിനകത്ത് ഭക്തി എന്നുള്ള സ്ഥാനത്ത് ഡു യു ഹോൾഡ് ഓൺ ടു യുവർ ഇന്റഗ്രിറ്റി എന്നാ വായിക്കുന്നത്. ഇന്റഗ്രിറ്റി ജീവിതത്തിന്റെ ഏറ്റവും അതിശ്രേഷ്ഠമായ മൂല്യമാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറയുവാൻ നമ്മോടുള്ള ബന്ധത്തിൽ ഒരു വാക്കുണ്ടെങ്കിൽ അത് ഹോളിനെസ് എന്നുള്ള വാക്കാ, ജീവിത വിശുദ്ധി എന്നുള്ള വാക്കാ. അതിനകത്ത് എല്ലാം വരും, ഭക്തിയും വരും, ആത്മീയ മൂല്യങ്ങളും മുഴുവൻ വരും ഹോളിനെസ് എന്നുള്ള ഒറ്റ പദത്തിനകത്ത്. സ്തോത്രം. സ്വന്തം ഭാര്യ മുഖത്ത് നോക്കി ചോദിക്കുക, ഇപ്പോഴും നിന്റെ ഇന്റഗ്രിറ്റിയെ നീ മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണെന്ന്. ഭാര്യമാര് പലരും ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഭർത്താക്കന്മാരിയ്ക്കുന്നുണ്ടല്ലോ. പരസ്പരം നമുക്ക് അങ്ങനെ ഒരു സാക്ഷ്യം പറയാനുണ്ടോ? നമ്മുടെ ജീവിത പങ്കാളികൾ കാത്തു സൂക്ഷിക്കുന്ന ഇന്റഗ്രിറ്റിയെ കുറിച്ച് അഭിമാനമുള്ള ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. സ്തോത്രം. ആ ചോദ്യത്തിന് യോബ് അവിടെ മറുപടി പറഞ്ഞു. എന്നാൽ 27-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് യോബ് അതിന് മറുപടി തന്റെ സ്നേഹിതന്മാരോട് അവരുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ തനിങ്ങനെയാണ് പ്രിയമുള്ളവരെ പറയുന്നത്. നിങ്ങളുടെ വാദമുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ വാദം ഞാൻ സമ്മതിക്കത്തില്ല എന്നിട്ട് ഞാൻ പറയുകയാണ്, മരിക്കുവോളം ഞാൻ എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കത്തുമില്ല. മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഞാൻ ഉപേക്ഷിക്കുകയുമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവസാന ശ്വാസം വരെ നമുക്ക് മുറുകെ പിടിക്കുവാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിഷ്കളങ്കത്വമാണ്, നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. ഹല്ലേലൂയ. ഒരു മരം വീണ് കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ, അത് മരമല്ല, അത് വെറും തടിയ അല്ലെങ്കിൽ വിറക. If a tree is fallen, it is no more a tree, it is just wood. ദൈവമേ, എന്റെയും നിന്റെയും ജീവിതത്തിന്റെ നിഷ്കളങ്കത്വം, ഇന്റഗ്രിറ്റി, ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ, നമ്മൾ ശേഷം മനുഷ്യരെ പോലെ എന്നല്ലാതെ പിന്നെ എന്നാ പറയാനായിട്ടാ, എന്ത് പ്രത്യേകതയാ പിന്നെ നമുക്ക് എടുത്ത് പറയുവാനായിട്ടുള്ളത്? സ്തോത്രം. ഇന്ന് രാത്രി നമ്മെ വ്യത്യസ്തരാക്കി നിർത്തിയിരിക്കുന്ന അനേക അനുഭവങ്ങളിൽ ശ്രേഷ്ഠം നാം മുറുകെ പിടിക്കുന്ന ജീവിത വിശുദ്ധിയുടെ അനുഭവമാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി. ഹോൾഡ് ഓൺ ടു യുവർ ഹോളിനെസ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ വിഷയത്തിൽ മടങ്ങി വരാം. നമ്മളെല്ലാം പെന്തക്കോസ്ത് അനുഭവമുള്ള ദൈവമക്കളല്ലേ? ആണല്ലോ. പെന്തക്കോസ്ത് അനുഭവമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി വന്ന് കർത്താവിനെ സ്തുതിച്ച്. പെന്തക്കോസ്തിന്റെ തനിമയെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആണ്ടിലൊരിക്കൽ നടത്തുന്ന കോൺഫറൻസ് അല്ല, നമ്മുടെ മൺപാത്രങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്ന ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ്. സ്തോത്രം. നമ്മെ വ്യത്യസ്തരാക്കുന്ന അനുഭവങ്ങളിൽ അടുത്തതെന്ന് പറയുന്നത് ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മുടെ മൺപാത്രങ്ങളിൽ നിറയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും, സ്തോത്രം, ആ ആത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതും, ആ ആത്മാവിനാലുള്ള വരങ്ങളും ഫലങ്ങളും നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്നുള്ളതും ആകയാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. പെന്തക്കോസ്ത് അനുഭവമുള്ള ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ ഒറ്റ വാചകത്തിൽ പറയട്ടെ, ഹോൾഡ് ഓൺ ടു യുവർ പെന്റിക്കോസ്റ്റൽ എക്സ്പീരിയൻസ്. The infilling of the Spirit of the Lord, the anointing of the Spirit of the Lord, അത് മാത്രം കൈവിട്ടു പോകാൻ ദൈവമക്കൾ അനുവദിക്കരുത്.
ദാവീദിന്റെ പ്രാർത്ഥനയുടെ വാചകം നമുക്കറിയാം. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കയുമരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയും, ഞാനൊരു പേര് പെന്തക്കോസ്തുകാരൻ മാത്രമല്ല, പെന്തക്കോസ്തിന്റെ അനുഭവം ഇന്ന് രാത്രി എന്നിൽ വ്യാപരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിയ കർത്താവിനെ സ്തുതിച്ചാട്ടെ. Praise the Lord. Hallelujah. Hold on to your anointing. എന്നാൽ ഇനിയും നിങ്ങളോട് അല്പസമയം കൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു പക്ഷെ ഒത്തിരി സ്തോത്രമൊന്നും നിങ്ങൾ പറഞ്ഞെന്നിരിക്കത്തില്ല, കരത്തിന്റെ ഘോഷം അധികം ഉണ്ടായെന്നും വരികയില്ല. പക്ഷെ അത് പറയാതെ പോയാൽ പരിശുദ്ധാത്മാവിനോട് പൊറുക്ക ഇല്ല. അതുകൊണ്ട് ആത്മനിയോഗത്തിൽ ആ ഭാഗം ഞാൻ നിങ്ങളോട് സംസാരിക്കുക. ഫിലദെൽഫിയ സഭയോടുള്ള ദൂതിൽ അവരെക്കുറിച്ച് പുകഴ്ചയായി പറയുമ്പോൾ 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ആത്മാവ് പറയുകയാണ്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്ത് ചെയ്തു? എൻ്റെ വചനം കാത്തു, അല്ലെങ്കിൽ എൻ്റെ വചനം നിങ്ങൾ മുറുകെ പിടിച്ചു. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ നിനക്കുള്ളത് മുറുകെ പിടിക്കുക എന്നുള്ളതിൽ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശമുണ്ട്. ആ ഭാഗം അല്പം കൂടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതിന് തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ ഇങ്ങനെ നാം വായിക്കുന്നു. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ഇംഗ്ലീഷിൽ ആ വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? Hold fast the form of sound words which thou hast heard of me in faith and love which is in Christ Jesus. Hold fast the form of sound words. നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കണം. Hold fast the form of sound words. പത്യ ഉപദേശത്തെ അല്ലെങ്കിൽ സത്യവചനത്തെ എന്തോ ചെയ്യണം? മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ സൂക്ഷിച്ചു കൊള്ളണം എന്ന് അവിടെ പരിഭാഷപ്പെടുത്തിയേക്കുന്നത്. ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ വില എന്താണെന്ന് നല്ലതുപോലെ അനുഭവിച്ചറിയുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ഈ ചൂട് സഹിച്ചും ഇരിക്കുന്നത് തന്നെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിലയറിയാവുന്ന ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. അനേക ദൈവത്തിൻ്റെ ദാസന്മാർ വില കൊടുത്ത്, ജീവൻ കൊടുത്ത്, സ്തോത്രം, നമ്മുടെ പക്കൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം എത്തിച്ചു തന്നു. സ്തോത്രം. വേദപുസ്തകം കയ്യിൽ കൊണ്ട് നടക്കാൻ കഴിയുന്നത് ഒരു കൊച്ചു കാര്യമാണെന്ന് ആരും വിചാരിച്ചു കളയരുത് കേട്ടോ. കാലത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിലും സ്തോത്രം, ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വചനം കരങ്ങളിലേന്താൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെ. അതിശയോക്തിയായിട്ട് എടുക്കണ്ട. പണ്ടൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞിട്ടുണ്ട്, പുസ്തകവും ചുമന്നുകൊണ്ട് നടന്നാൽ അതിൻ്റെ ചുമട്ടുകൂലിയായാലും തമ്പുരാൻ നൽകി ആദരിക്കാതെ ഇരിക്കത്തില്ലെന്ന്. നമുക്കിപ്പം ചുമട്ടുകൂലി കിട്ടാൻ വലിയ വഴിയൊന്നുമില്ല. കാര്യം അധിക ഭാരമൊന്നും നമ്മൾ ചുമക്കുന്നില്ലല്ലേ. സ്തോത്രം. അത് നിങ്ങൾ അങ്ങനെ വിട്ടുകളഞ്ഞേര്. നമ്മുടെ കരങ്ങളിൽ ദൈവം എത്തിച്ച തിരുവചനത്തിന്റെ കോപ്പിക്ക് പിന്നെ മുടക്കിയിട്ടുള്ള വിലയെക്കുറിച്ച് ദൈവമക്കൾ ബോധ്യമുള്ളവരായിരിക്കണം. ഇനി പുസ്തകം പിടിച്ചോണ്ട് മാത്രം നടന്നാ പോരാ. സ്തോത്രം. അതിനെക്കുറിച്ച് ദൈവവചനം പറയുന്നത് പത്യോപദേശത്തെ എന്തോ ചെയ്യണമെന്നറിയാമോ? മുറുകെ പിടിക്കണം. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം.
തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 2 തീമോത്തി 3:14 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നീ ആരോട് പഠിച്ചു എന്ന് അറിയുകയും വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ നീ അറിയുകയും ചെയ്യുന്നത് കൊണ്ട്. സ്തോത്രം. അടുത്തത്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. ആഴമുള്ളൊരു വാക്യമാ. ഇന്ന് രാത്രി ദൈവമക്കൾ അത് മനസ്സിലാക്കണം. തീമോഥെയോസേ, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിയുന്നു. സ്തോത്രം. എനിക്കറിഞ്ഞുകൂടാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് ബാല്യം മുതൽ ദൈവവചനം അറിയാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെന്നുള്ളത്. സ്തോത്രം. അതിന് കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. എനിക്കതിന് വലിയ ഭാഗ്യം എൻ്റെ ദൈവം തന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. സ്തോത്രം. എൻ്റെ അപ്പൻ എടുത്തുകൊണ്ടിറങ്ങിയ ഈ പുസ്തകം എൻ്റെ കരത്തിൽ എന്തിക്കൊണ്ട് സത്യത്തിന്റെ സാക്ഷിയായി ഈ രാത്രി ഇവിടെ നിൽക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില മാതാപിതാക്കളോട് ആ ഭാഗത്ത് നിന്നൊരു ദൂത് എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ മക്കൾ പഠിക്കട്ടെ, വലിയവരാകട്ടെ, എന്നാൽ നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് നിങ്ങളുടെ തലമുറകളെ കുറിച്ചുണ്ടാകണം. അവർ ലോകത്തിൽ വലിയവരായാലും ഇല്ലെങ്കിലും എൻ്റെ തലമുറ, ഞാനെടുത്ത ഈ പുസ്തകം എടുത്തുകൊണ്ട് അടുത്ത തലമുറയിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി നീ വരെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര മാതാപിതാക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. തലമുറയെ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് വിട്ടുകൊടുക്കാതെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ നിന്റെ തലമുറയെ കുറിച്ച് നീ വിലപിക്കേണ്ടി വരത്തില്ല. നിന്റെ തലമുറയുടെ ഉത്തരവാദിത്വം സ്വർഗ്ഗം ഏറ്റെടുക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ബാല്യം മുതൽ അറിയുകയും ദൈവത്തിന്റെ വചനം അറിയണം. Know the word. അടുത്ത വാചകം പറയുന്നത് എന്താണെന്നറിയാമോ? നീ പഠിച്ചും. അറിഞ്ഞെന്ന് പറഞ്ഞ് പണി നിർത്തുകയല്ല. ഞാൻ കൊച്ചിലെ മുതൽ ഇതൊക്കെ കേൾക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന പറഞ്ഞിരിക്കുകയല്ല. പല ആളുകൾക്ക് ഇന്ന് അങ്ങനെ നാടൻ ഭാഷയെ പറഞ്ഞ കൊല്ലൻ്റെ ആലയിലെ പട്ടിക്ക് തീപ്പൊരി കണ്ട വലിയ പ്രശ്നമല്ലെന്ന് പറയുന്ന പോലെ പല ബന്ധിക്കോസുകാരുടെയും സ്വഭാവം എന്ന് പറഞ്ഞ് ഉദയകുമാർ കയറുന്ന കണ്ടശോഭം നടത്തിയാൽ എല്ലാവരും അങ്ങനെ അല്ലാത്തതോർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ഒരല്പം അറിയാമെന്ന് പറഞ്ഞ് പുസ്തകം ചെയിനിട്ട് മടക്കി വെക്കല് കേട്ടോ. നീ അറിഞ്ഞതിനെ നീ പഠിക്കണം. സ്തോത്രം. പഠിക്കണം. തീമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറയുക, ബാല്യം മുതൽ നീ അറിഞ്ഞെന്ന് മാത്രമല്ല, നീ അത് പഠിച്ചു. സ്തോത്രം. ലേൺ ഇറ്റ്. പഠിച്ചിട്ട് അവിടെ നിർത്തിയില്ല. പണിക്കരായി എന്ന് പറഞ്ഞങ്ങ് നിർത്തിയതല്ല. അടുത്ത പടി എന്തെന്നറിയാമോ? പഠിച്ചതിൽ നിശ്ചയം പ്രാപിച്ചു, അഷ്വറൻസ് പ്രാപിച്ചു. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പഠിച്ചത് ഉറപ്പുള്ള കാര്യമാണെന്ന് അവൻ നിശ്ചയം പ്രാപിച്ചു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നീ എന്തോ ചെയ്യണം? നിലനിൽക്ക. കണ്ടിന്യൂ ഇൻ ദം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, കൃപയാൽ സത്യവചനം അറിയാൻ, പഠിക്കാൻ, നിശ്ചയം പ്രാപിക്കാൻ എനിക്ക് നിനക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിൽ ഞാൻ എന്ത് ചെയ്യും? നിലനിൽക്കണം. Praise the Lord. അതിൽ നിലനിൽക്കണം. Know the word and stand firm in it. എന്നിട്ട് എന്തോ ചെയ്യണമെന്നറിയാമോ? ആ വചനം നമ്മൾ പ്രസംഗിക്കണം. Preach the word. വചനം പ്രസംഗിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് പ്രസംഗങ്ങളുണ്ട്, ഇഷ്ടം പോലെ പ്രസംഗകരുണ്ട്. പക്ഷെ തീമോഥെയോസിനോട് പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കാനല്ല പറയുന്നത്, സകല എഫേർട്ടും അതിനകത്തിടാനാണ് പൗലോസ് പറയുന്നത്. മേക്ക് all the effort to preach the truth of the word. വചനത്തിന്റെ സത്യം പ്രസംഗിക്കണം.
സത്യവചനം പ്രസംഗിക്കുന്ന എത്ര സ്ഥലങ്ങളുണ്ട്? പൗലോസ് പറയുന്നുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ 2 സ്ഥാനത്ത്, വചനത്തോട് കൂട്ടുചേർക്കുന്നവനായിട്ടല്ല, വചനത്തിൽ കൂട്ടുചേർക്കുന്ന മറ്റുള്ളവരെ പോലെയല്ല. ഒരു ഭാഗത്ത് കറപ്റ്റ് ദ വേർഡ് ഓഫ് ഗാഡ് എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് യൂസ് ദ വേർഡ് ഡിസീറ്റ്ഫുള്ളി എന്നാണ് പറയുന്നത്. കൗശലത്തോടുകൂടെ ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ഞാനെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് പേര് ഇന്ന് വേറെ യേശുവിനെ പ്രസംഗിക്കുന്നത്, വേറെ സുവിശേഷ പ്രസംഗിക്കുന്നത്, വേറെ ആത്മാവിന്റെ പ്രവർത്തികളാണ് ചെയ്യുന്നത്. എന്നാൽ സത്യ സുവിശേഷം പ്രസംഗിക്കുവാൻ, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. തീമോഥെയോസിനോട് പൗലോസ് പറയുന്നത്, നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. എന്നാൽ നീ നിന്നെയും നിന്റെ ഉപദേശം കേൾക്കുന്നവരെയും രക്ഷിക്കും. സ്തോത്രം. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. രാവിലെ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞല്ലോ, നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ അമൂല്യമായ ഒരു ഉപദേശമാണ്. സ്തോത്രം. ഇന്ന് രാത്രി അതിൽ നമ്മൾ അഭിമാനം കൊള്ളണം. ഹല്ലേലൂയ. എന്നാൽ ഈ സത്യവചനത്തെ കോട്ടിക്കളയുന്ന, മാറ്റിമറിച്ചു കളയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തീമോഥെയോസിനോട് പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. 2 തീമോത്തി 4-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്ക് അനുസരിച്ച് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും. ശ്രദ്ധിക്കണം, പത്യോപദേശം അല്ല വേണ്ടത്, കർണരസമാകുമാറ്. കേൾക്കുമ്പോ ഒരു സുഖം വേണ്ടായോ പ്രിയമുള്ളവര്? കേൾക്കുമ്പോ ഒരു സുഖമില്ലേ പിന്നെ എന്നാ പ്രസംഗ? നാളുകൾക്ക് അതാ വേണ്ടിയ, കേൾക്കുമ്പോ ഒരു സുഖം വേണം. ഞാൻ ചില സ്ഥലത്തൊക്കെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ എന്നോട് സ്നേഹമുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ പ്രോഗ്രാം കിട്ടത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, എന്തിനാ പ്രോഗ്രാം? എന്തിനാ പ്രോഗ്രാം? സ്തേഫാനോസിനെ പോലെ ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളെങ്കിലും പറയാനുള്ളത് പറഞ്ഞേച്ച് അവസാനിക്കുന്നതല്ലയോ പ്രിയമുള്ളവരെ നല്ലത്? ചില ആളുകൾക്ക് ഒത്തിരി പ്രസംഗിക്കണമെന്ന്, ഒരുപാട് സ്റ്റേജ് വേണമെന്നാ. എന്തിനാ? ഒത്തിരി ന്യായവിധി തലയിലോട്ട് വലിച്ചു കയറ്റാനോ? സ്വത്രം. പറയാനുള്ളതൊക്കെ പറയാതിരുന്നേച്ച് അടികൊള്ളാനോ? അതിനേക്കാളിലൊക്കെ നല്ലതല്ലയോ പറയാനുള്ളത് പറഞ്ഞ് ഒറ്റ പ്രസംഗം കൊണ്ട് അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർണരസമാകുമാറ് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അനേക പ്രസംഗകർ പ്രസംഗിക്കുക. പൗലോസ് പറയുകയാണ്, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ ദാസനായിരിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. ദൈവമക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അഭിഷക്തന്മാരുണ്ടല്ലോ, അവർ നിങ്ങളുടെ ദാസന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരല്ല. അവര് നിങ്ങളുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായിട്ട് ദൈവവചനം നിങ്ങളോട് വിളിച്ചറിയിക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരാ. ഇന്ന് രാത്രി അത് മറക്കരുത്. ഒരുപക്ഷെ ചുരുക്കം ചില ആളുകൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസികളുടെ ദാസരായിട്ടുണ്ടായിരിക്കും. എന്നാൽ എല്ലാവരെയും ആ ഗണത്തിൽ നിങ്ങൾ കണക്കാക്കരുത്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അഭിഷേകം ചെയ്ത അഭിഷക്ത ഗണങ്ങൾ ഈ യുകെയുടെ മണ്ണിലുണ്ട്. ദൈവം അവരെ ഉപയോഗിക്കും. കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന ഒരു കാലഘട്ടം, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുന്ന കാലം വരുമെന്ന് ആത്മാവ് പറഞ്ഞത് അക്ഷരാൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഉപദേശവും ഉപദേഷ്ടാക്കന്മാരും. തിരുവനന്തപുരത്തിൽ നമ്മൾ ബിലിയാമിന്റെ ഉപദേശം, നിക്കോലാവിയരുടെ ഉപദേശം എന്നൊക്കെ പറയുന്നത് പോലെ എന്നൊക്കെ ഉപദേശങ്ങളാ. പണ്ടൊക്കെ ആണെങ്കിൽ ചില
പ്രസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞ് പെന്തക്കോസ്ത് ഉപദേശം, ഓർത്തഡോക്സ് ഉപദേശം, കത്തോലിക്ക ഉപദേശം എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇപ്പൊ വന്നിട്ട് ഇതിനകത്ത് തന്നെ എന്തൊക്കെ ഉപദേശമാണെന്നറിയാം. ഇപ്പൊ ജോസഫ് പ്രിൻസിന്റെ ഉപദേശമാണ് പലരുടെ ഉപദേശം. ഇവിടെ എത്തിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സിംഗപ്പൂരിലെങ്ങാണ്ട് ആരാണ്ട് ഒരു പുസ്തകം എഴുതിയെന്ന് പറഞ്ഞ് പലർക്കും ഇപ്പം വേദപുസ്തകമല്ല വിഷയം, പുള്ളിയുടെ പുസ്തകമാണ് വിഷയം. ഗ്രേസ് ഗോസ്പലോ എന്നാ ഗോസ്പലാന്ന് അറിഞ്ഞു. ഓരോരോ ഉപദേശങ്ങളാണ്. ഇപ്പൊ KP യോഹന്നാന്റെ ഉപദേശമുണ്ട്. കാര്യം അത് പെന്തക്കോസ്തും അല്ല, ബ്രദറിനും അല്ല, യാക്കോബായും അല്ല, മർത്തോമായും അല്ല, ഒന്നുമല്ല. എന്നാ പേരാ പറയുന്നേ? ഇനിയിപ്പോ KP യോഹന്നാന്റെ ഉപദേശം എന്ന് പറയും. ഓരോരുത്തന്മാർ ഉപദേശവും കൊണ്ടങ്ങ് എഴുന്നേറ്റുക. ഓരോരുത്തന്മാര് അവരവരുടേതായ വ്യാഖ്യാനം അനുസരിച്ചുള്ള ഉപദേശം ഇറക്കുക. എന്നാൽ വേദപുസ്തകം പറയുന്നത് ക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ അതിര് വിട്ടുപോകുന്ന ഏവനോട് നീ അകന്നോണം കേട്ടോ. UK ദൈവമക്കളോട് ഇന്ന് രാത്രി ആത്മാവ് ഞാൻ പറയുക, ഉപദേശകന്മാർ പലരും എഴുന്നേൽക്കും, ഉപദേശങ്ങൾ പലതും പൊങ്ങി വന്നതായിരിക്കും. എന്നാൽ സത്യവചനത്തിനകത്ത് ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഉപദേശമാണ്. അതിന്റെ ആതിരി വിട്ടുപോകുന്ന ഒരുത്തനുമായിട്ട് നമുക്ക് കൂട്ടായ്മ വേണ്ട. ആമേൻ പറയാൻ ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവമക്കളുണ്ടോ? Preach the truth of the gospel and defend the truth of the gospel. ഈ സത്യവചനം ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ ബാധ്യസ്ഥരാ കേട്ടോ. കാൽവിൻ പറഞ്ഞൊരു വാചകമുണ്ട്, കാൽവിൻ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു, a dog barks when his master is attacked. ഒരു യജമാനൻ ആക്രമിക്കപ്പെടുമ്പം ഒരു പട്ടി എന്നാ ചെയ്യും? അധികമൊന്നും ചെയ്യാൻ പറ്റിയില്ലേലും ഒന്ന് കുരയ്ക്കും. എന്നിട്ട് അതേ മനുഷ്യൻ പറഞ്ഞ എന്താണെന്നറിയാമോ? I would be a coward if I keep silence when my master and his word is attacked. എന്റെ യജമാനനും അവന്റെ വചനവും ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഞാൻ മിണ്ടാതെ ഇരുന്നാൽ ഞാനൊരു ഭീരുവാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു സാധാരണ നായേക്കാളും അത് പതിച്ചവനാണെന്നാ പറയുന്നേ. How can you be silent when your master and his word is attacked from every corner of the world? Stand firm for the word of the Lord. It is better to die with a conviction than to live with a compromise. Do you agree with me? നിങ്ങൾ എന്നോട് യോജിക്കുമോ പ്രിയമുള്ളവരെ? തിരുവചനത്തിന്റെ സത്യങ്ങളോട് സന്ധി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ, ഓ ഹല്ലേലൂയ, അതിന് വിരോധമായി ഉയരുന്നതിനോടൊക്കെ സന്ധി ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ ഇല്ലാതെയാകുന്നതാ ദൈവമക്കളെ നമുക്ക് നല്ലത്. ഒറ്റ ദിവസമേ ജീവിച്ചുള്ളെങ്കിലും സത്യവചനത്തിന് വേണ്ടി ജീവിച്ചവസാനിക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യമല്ല ഉണ്ടോ? See, we are not diplomats but prophets. Our message is not of compromise but an ultimatum. Listen, എന്റെ മുമ്പിലുള്ള സമയപരിധിയിൽ ഞാൻ നിർത്തും, അനുവദിക്കപ്പെട്ട സമയത്ത്. ഒന്നുകൂടെ ഞാൻ ആ വാചകം പറയാം. We are not diplomats but prophets of the Lord. Our message is not of compromise but an ultimatum. Our phrase is this: thus says the Lord. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ള പ്രവചന പ്രയോഗമാണ് പ്രിയമുള്ളവരെ ഈ തലമുറയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നയതന്ത്രജ്ഞന്മാരാണ് കോംപ്രമൈസിന്റെ സന്ദേശം പറയുന്നേ. നമുക്കറിയാം, ഇറ്റലിയിലെ പട്ടാളക്കാർ വന്ന് നമ്മുടെ ആൾക്കാരെ വെടിവെച്ച് കൊന്നുവെച്ച് ഒരല്പ അഭ്യാസം അടുത്ത സമയത്ത് നാട്ടിൽ കാണിച്ചല്ലോ.
അഫിഡവിറ്റ് എഴുതി കൊടുത്തേച്ച് ആളുകളെ അക്കരെ കടത്തി. എന്നിട്ട് നമ്മുടെ രാജ്യത്തെ ഇറ്റാലിയൻ സ്ഥാനാപതി ഇങ്ങനെ ഒരുമാതിരി അമ്പസാറ്റ് കളിച്ചു, നമ്മുടെ പിള്ളേർ നാട്ടിൽ പണ്ട് കളിച്ചിരുന്ന പോലെ. എന്നിട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, നയതന്ത്ര പരിരക്ഷ കിട്ടും, ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രിയും ബാക്കിയുള്ളവരും ഒക്കെ ഓച്ചാനിച്ചു നിന്നു ആദ്യ സമയത്ത്. എന്നാൽ തൻ്റെ ഇടത്തോടുകൂടെ കോടതി ഒരു പ്രസ്താവന നടത്തി, ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇറ്റാലിയൻ സ്ഥാനാപതി ഈ രാജ്യം വിട്ടുപോയേക്കരുത്. അത് മാത്രമല്ല, പോയ പുള്ളികൾ വന്നോണമെന്ന് പറഞ്ഞു. കോടതിയുടെ കനകാംബീര്യ ശബ്ദത്തിന്റെ മുമ്പിൽ ഇറ്റലി മുട്ടുമടക്കി. നമ്മുടെ ഭരണതന്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടല്ലോ ഏപ്പാടിപ്പോയി. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നറിയാമോ? ഇവിടെ നയതന്ത്രത്തിന്റെ രീതിയിലുള്ള ഒരുപാട് പ്രസംഗവും ഉപദേശവും ഒക്കെ ഉണ്ടായെന്നിരിക്കും. എന്നാൽ ഉയരത്തിൽ ഒരുത്തൻ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട് കേട്ടോ. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അവൻ ഒരു വാക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം പോകാൻ കഴിയുന്ന ഒരു തരം ഇവിടെ ഇല്ല. സമയപരിധി എന്നെ തുടരാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ പറയാനുള്ള ഒരു കാര്യം, ഹോൾഡ് ഓൺ ടു ദ ട്രൂത്ത് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യത്തെ അവസാന ശ്വാസം വരെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഫിലദൽഫിയ സഭ വചനം കാത്തതുകൊണ്ട് അവരോട് ആത്മാവ് പറഞ്ഞു, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു, അതുകൊണ്ട് നിനക്ക് മുമ്പിൽ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുക, അതടയ്ക്കാൻ ആരെ കൊണ്ടും സാധ്യമല്ല. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് ഒരു കാര്യം പറയാം, ഭൂമിയിൽ ആരൊക്കെ തോറ്റാലും ഈ പുസ്തകം അനുസരിക്കുന്നവൻ തോക്കാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. യോശുവയോട് ദൈവം പറഞ്ഞു, ഈ ന്യായപ്രമാണത്തെ വിട്ട് നീ ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ ഇരുന്നോ, നീ കൃതാർത്ഥനായി തീരും. ഈ പുസ്തകത്തെ നീ ഉയർത്തി, ഈ പുസ്തകം നിന്നെ ഉയർത്തും. ഈ പുസ്തകത്തെ നീ മാനിച്ചോ, ഈ പുസ്തകം നിന്നെ മാനിക്കോ, ഈ പുസ്തകത്തെ നീ അനുസരിച്ചോ, ഈ പുസ്തകം നിന്നെ അത്ഭുതമാക്കോ. എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചോട്ടെ. Praise the Lord. Thank you Jesus. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം കർത്താവിന്റെ വചനത്തിലൂടെ വളരെ ശക്തമായ ഭാഷയിൽ നമുക്ക് കേൾപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഒരു സെക്ഷൻ മുഴുവനും ഒരു കർത്താവിൻ്റെ ദാസന് കൊടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂൾ അനുസരിച്ച് നമ്മുടെ ചീഫ് ഗസ്റ്റായി ശുശ്രൂഷിക്കുന്ന മറ്റൊരു ദേവദാസനും കൂടി ഇന്ന് രാത്രിയിൽ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണല്ലോ. ആയതിനാലാണ് അല്പസമയം മുൻപോട്ട് പോകുവാൻ കഴിയാതിരുന്നത്. നമ്മൾക്ക് വളരെ സന്തോഷമാണ്. കൂടുതൽ സമയങ്ങൾ ദൈവജനങ്ങൾ കേൾക്കുവാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്. എന്നിരുന്നാൽ തന്നെയും വളരെ ചുരുക്കമായ സമയങ്ങൾക്കുള്ളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ ദാസൻ നമ്മോട് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. പാസ്റ്റർ ബെൻസൺ മത്തായിക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്ന കർത്താവ് ധാരാളമായി തൻ്റെ ഭാഷയ്ക്ക് ഇനിയും ശക്തമായ കൃപ ദൈവം പകർന്നു കൊടുക്കട്ടെ എന്ന് യുകെയിലെ ദൈവജനം നമുക്ക് ഒന്നിച്ച് ശക്തമായി കരമുയർത്തി പ്രാർത്ഥിക്കാം. ദൈവനിരദാസനെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. I thank MPA UK and all the officials for this wonderful opportunity to come here once again and to praise His holy name. I know all of us have been experiencing His mighty presence in our midst this evening, throughout yesterday and today actually. I'm going to sing a Malayalam song called Mridu Varnadam Tiruponkaram. I hope you're all blessed by it.
ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത്
ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു.